അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഇന്ന് കോടതിയിൽ ഈ വിഷയം പരിഗണിക്കപ്പെടുമ്പോൾ ആക്ഷൻ കമ്മിറ്റി എത്രത്തോളം ശുഭപ്രതീക്ഷ പുലർത്തുന്നുണ്ട്? അഭിലാഷ്, ഞങ്ങൾ 100% കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഞങ്ങൾ 100% ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഈ മിഷൻ വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഉള്ളത്. ഇന്നത്തെ സുപ്രീം കോടതി ഇടപെടലോടുകൂടി കുറച്ചുകൂടി അക്കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് വ്യക്തതയും കുറച്ചുകൂടി ആത്മവിശ്വാസവും ഉണ്ടാകുന്ന സമീപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്ന് രാവിലെ തന്നെ 10:30 അറ്റോർണി ജനറൽ ഈ മെൻഷൻ ചെയ്ത് ഈ കേസ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും 3 ആഴ്ച കേസ് മാറ്റിവെക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന കൂടി സുപ്രീം കോടതി മുമ്പാകെ വെക്കുകയാണ്. ഒരു 6 അംഗ കമ്മിറ്റിയെ ഈ ചർച്ചകൾ നയിക്കാൻ വേണ്ടി നിയോഗിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യാത്രാവിലക്ക് നിൽക്കുന്നുണ്ട്. ആ യാത്രാവിലക്കിനകത്ത് ഇളവ് നൽകണം. ഈ 6 അംഗ കമ്മിറ്റിക്കകത്ത് 2 അംഗങ്ങൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളും 2 അംഗങ്ങൾ ഈ ചർച്ചകൾ നയിക്കുന്ന ശ്രീ കാന്തപുരം നിർദ്ദേശിക്കുന്ന 2 അംഗങ്ങളും അതോടൊപ്പം 2 അംഗങ്ങൾ കേന്ദ്ര സർക്കാർ തയ്യാറാകുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായ 2 അംഗങ്ങളും, അങ്ങനെ 6 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ വെച്ചത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ അതിന് അവർക്കുള്ള വിയോജിപ്പ് അറിയിക്കുകയുണ്ടായി. ചർച്ചകൾ നയിക്കേണ്ടത് അമ്മയാണ്, അമ്മ അവിടെ ഉണ്ട്, ബന്ധുക്കളാണ് ചർച്ചകൾ നയിക്കേണ്ടത് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ചർച്ച നയിക്കാനുള്ള ബുദ്ധിമുട്ട്, അവരൊരു ഡൊമസ്റ്റിക് വർക്കർ ആയതുകൊണ്ട്, മലയാള ഭാഷ മാത്രം അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവരുടെ പരിമിതമായ ഈ സാഹചര്യങ്ങളാണ് ഈ ചർച്ചകൾ നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് എന്ന് കോടതി അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമിതി വേണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. കാരണം ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ആദ്യം കുടുംബത്തോട് മാപ്പപേക്ഷിക്കണം. അതിനുശേഷം അവർ അംഗീകരിക്കുന്നതാണെങ്കിൽ ദയാധന ചർച്ചകൾ, ആ എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. ആ എമൗണ്ട് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രൗഡ് ഫണ്ടായി പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അപ്പൊ ഇതിനെല്ലാം ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിലുള്ള കോർഡിനേഷനും വേണം. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ കോടതി മുമ്പാകെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായും അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതിന് തടയിടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് പോകേണ്ട കാര്യമില്ല ഇത്തരം ഒരു സമിതി എന്നുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ എടുത്തത്. അതേസമയം ബെഞ്ചിന്റെ ഭാഗത്ത് കേസ് പരിഗണിച്ച ബെഞ്ച് ആര് ചർച്ച നടത്തിയാലും ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്നുള്ള നിലയ്ക്കുള്ള ഒരു സമീപനം എടുക്കുകയും തുടർന്ന് ഞങ്ങളോട് ഒരു റെപ്രസെന്റേഷൻ നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മുമ്പാകെ ഒരു അപേക്ഷ നൽകാൻ വേണ്ടി ഇപ്പോ ഇളവ് നൽകുന്നതിന് വേണ്ടി ഇളവ് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും തുടർന്ന് അക്കാര്യം പരിഗണിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് സ്വതന്ത്രമായി ആ കാര്യത്തിനകത്ത് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അപ്പൊ സുപ്രീം കോടതിയുടെ ഒരു സമീപനം തന്നെ ഞങ്ങളോട് ഇത്തരത്തിൽ പോകേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുന്ന സമയത്ത് ആര് പോയാലും ശരി കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള സമീപനമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കോടതിക്കും അറ്റോർണി ജനറലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാമെന്ന് അദ്ദേഹം കോടതി മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും നാളെ ആയിരിക്കും മിക്കവാറും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുക, കേന്ദ്ര സർക്കാർ സമർപ്പിക്കുക. അടിയന്തരമായി അത് അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അതിനകത്തൊരു തീരുമാനമെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും അതിലും ഞങ്ങൾ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതി സർക്കാരുമായി തുടർന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണ്. സർക്കാർ പ്രതിനിധികൾ കൂടി ഇതിൽ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായം കൂടി ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അവിടെ ശ്രീ സുഭാഷ് ചന്ദ്രൻ, താങ്കൾ പറഞ്ഞു നിന്ന 2 സംശയങ്ങൾ. ഒന്ന്, ഇനി ഈ വിഷയം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് 3 ആഴ്ചയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം വധശിക്ഷ നടപ്പിലാക്കേണ്ട തീയതിക്ക് തൊട്ടു മുമ്പായിരുന്നു അത് മാറ്റിവെച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അത് കാന്തപുരത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ട് എന്ന് ഒരു ഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരിനോട് തന്നെ ഇന്നലെ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിൽ അറിവില്ല, മറിച്ച് മറ്റ് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ്. എന്തുമായിക്കൊള്ളട്ടെ, ഇപ്പോഴും ഈ വധശിക്ഷ എത്ര നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നതിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയം പരിഗണിക്കാൻ പോകുന്ന 3 ആഴ്ച എന്നത് ഒരു വലിയ കാലതാമസം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടോ? 2, താങ്കൾ തന്നെ പറഞ്ഞെടുത്ത്, അതായത് കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചത് ഇത്തരം ചർച്ചകളിൽ ബാഹ്യമായ ഇടപെടലുകൾ നല്ലതായിരിക്കില്ല എന്നാണ്. അതായത് നിമിഷപ്രിയയുടെ കുടുംബമാണ് ഈ വിഷയത്തിൽ തലാലിൻ്റെ കുടുംബവുമായി ചർച്ച നടത്തേണ്ടത് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ആക്ഷൻ കമ്മിറ്റിയെ പോലും കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അപ്പോൾ ബാഹ്യമായ ഒരു ഇടപെടൽ എന്ന നിലയിലല്ലേ നോക്കിക്കാണുക. അപ്പോൾ അങ്ങനെയുള്ള നിരീക്ഷണത്തിന്മേൽ ഒരു മാറ്റം ഇനി ഉണ്ടാകും കേന്ദ്രത്തിന് എന്ന് പ്രതീക്ഷിക്കാനാകുമോ?
തീർച്ചയായും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം കേന്ദ്ര സർക്കാർ പ്രാഥമികമായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ പഴയ കേസുകൾ പറയേണ്ടി വരും. അമ്മയുടെ യാത്രാനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 3 തവണ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. 2022-ലും 2023-ലുമായി 3 തവണ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ആദ്യ തവണ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് പോകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പുകൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിഭാഷകനെ നിമിഷയ്ക്ക് വേണ്ടി അഭിഭാഷകനെ ഏർപ്പെടുത്താമെന്ന് അറിയിക്കുകയും പിന്നീട് യാത്രാ അനുമതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ വീണ്ടും അഭ്യർത്ഥന നൽകി. അന്നത് തള്ളി. രണ്ടാമത് വീണ്ടും റിപ്പറ്റേഷനായി ഞങ്ങൾ സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതി മുമ്പാകെ പോയി. അപ്പോൾ സർക്കാരിനോട് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും സർക്കാർ അത് പരിഗണിച്ചുകൊണ്ട് തള്ളി. മൂന്നാമത് ഞങ്ങൾ പോകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനോട് വളരെ സ്പെസിഫിക് ആയി കോടതി ചോദിച്ചു, നിങ്ങൾ ഈ നെഗോസിയേഷൻ നടത്താൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ കേന്ദ്ര സർക്കാർ ഈ സുപ്രീം കോടതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ പരിമിതികൾ, സർക്കാരിന്റെ പ്രയാസങ്ങൾ സൂചിപ്പിച്ചു. അപ്പൊ കോടതി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസനെ കൊലയ്ക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം അവർക്ക് അവിടെ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അത് കേന്ദ്ര സർക്കാർ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അമ്മയോട് പോകണ്ടെന്ന് പറയാം. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് പോയി മകളെ രക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയ്ക്ക് യാത്രാ അനുമതി ഡൽഹി ഹൈക്കോടതി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസിനകത്ത് അമ്മയുണ്ട് എന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ പരിമിതികൾ ഞങ്ങൾ കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ റെപ്രസെന്റേഷൻ കോടതിയുടെ കേന്ദ്ര സർക്കാരിന്റെ സബ്മിഷനുകളായിരുന്നു നേരത്തെ അഭിലാഷ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഇത്തരത്തിലുള്ള ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കേണ്ടതാണ്. പക്ഷെ ആ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിന് മുൻഗണന കിട്ടിയത് കൊണ്ടാണ്, ഞങ്ങൾ പറഞ്ഞ സബ്മിഷന് മുൻഗണന കിട്ടിയത് കൊണ്ടാണ് സ്വാഭാവികമായും ആ ഒരു ഉത്തരവിലേക്ക് ഇന്ന് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി അത്തരം ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ അപേക്ഷ പരിഗണിക്കുമെന്നുള്ള ഒരു നല്ല ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത്. കാരണം ഞങ്ങൾ ഒരിക്കലും കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുള്ള തോന്നലിന്റെ ഭാഗമായി പോകുന്നതല്ല. ഞങ്ങൾ പൂർണ്ണമായും ഇതിൽ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, ഇവിടെ ശ്രീ മനുപ്രസാദ്